മിശിഹായിൽ സ്നേഹമുള്ളവരെയും നമ്മെല്ലാവരെയും കർത്താവിൻ്റെ തറയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് അനുദിന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കൃപാവരം ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങളിൽ ജീവിതത്തെ വളർത്താൻ വേണ്ടി കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടുകൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹപരനെ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹപരനെ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. വാരിടലേ ദൈവദൂതരേ, നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ, നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹപരനെ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനാത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാണ് അങ്ങയുടെ തിരക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനേ, പരിപാവന അമർത്യനേ, നിൻകൃപകൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്ഥിരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും
കേൾക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സഹോദരരെ, പൗലോസ്ലീഹ തെസലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? അവന്റെ സമയത്ത് മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദുഷ്ടതയുടെ നിഗൂഢ ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി. അപ്പോൾ അരാജകമൂർത്തി പ്രത്യക്ഷപ്പെടും. കർത്താവായ ഈശോ തന്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തന്റെ ആഗമനത്തിന്റെ പ്രത്യക്ഷീകരണത്താൽ ഇല്ലാതാക്കുകയും ചെയ്യും. അവന്റെ ആഗമനം സാത്താന്റെ പ്രവർത്തന പ്രകാരം എല്ലാ ശക്തിയോടും അടയാളങ്ങളോടും വ്യാജമായ അത്ഭുതങ്ങളോടും അവരെ രക്ഷിക്കുന്ന സത്യത്തിന്റെ സ്നേഹം തിരസ്കരിക്കുന്നത് കൊണ്ട് നശിച്ചു പോകുന്നവരോടുള്ള ദുഷ്ടതയുടെ എല്ലാവിധ വഞ്ചനകളോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിലേക്ക് അയക്കുന്നു. തത്ഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ ദുഷ്ടതയിൽ സന്തോഷിക്കുന്നവരെല്ലാം കുറ്റം വിധിക്കപ്പെടും. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളെന്നിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ് നമ്മൾ വായിച്ചു കേൾക്കുക. പ്രധാനമായിട്ടും ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം നമ്മുടെ സമ്പത്തിന്റെ വിവേകപൂർണമായ ഉപയോഗത്തെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുക. കാരണം സമ്പത്തും സൗകര്യങ്ങളും എപ്രകാരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഉപമയിലെ ധനവാനെ സംബന്ധിച്ച് ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് സമ്പത്തും ഭക്ഷണമൊക്കെ ഉണ്ടായ ഈ ധനവാൻ തൻ്റെ വീടിൻ്റെ പടിവാതിൽക്കൽ കിടന്ന ലാസറിനെ കണ്ടില്ല എന്നുള്ളതാണ് ഈ ധനവാന്റെ ഏറ്റവും വലിയ അപരാധം. പ്രത്യേകിച്ച് മറ്റു പാപങ്ങളൊന്നും ഈ ധനവാൻ ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ലാസറിനെ, തൻ്റെ വീടിൻ്റെ പടിവാതിൽക്കൽ കിടക്കുന്ന ലാസറിനെ സഹായിക്കാനോ അല്പം ഭക്ഷണം നൽകാനോ അവൻ്റെ വ്രണങ്ങൾ വെച്ച് കെട്ടാനോ മനസ്സ് കാണിക്കാത്ത ഈ ധനവാൻ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുകയാണ്. ലാസറോ അബ്രാഹത്തിന്റെ വഴിത്തട്ടിലേക്ക്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലെ സമ്പത്തും സൗകര്യങ്ങളും അത് ഇല്ലാത്തവരുമായിട്ട് പങ്കുവെച്ച് നൽകാനുള്ളതാണെന്നുള്ള വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. ഒരിക്കലും ഒരു സ്വാർത്ഥപരമായിട്ടുള്ള
ഉപയോഗം ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമുക്കുള്ളത് അത് ചെറുതുമായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് അതിൻ്റെതായ ഒരു വിഹിതം അത് ഇല്ലാത്തവരുമായിട്ട് പങ്കുവെച്ച് നൽകുമ്പോഴാണ് നമുക്ക് അബ്രാഹത്തിന്റെ വഴിത്തട്ട് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. വളരെ പ്രത്യേകമായിട്ട് നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പേര് നമ്മിൽ പലരും തന്നെ ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്കായിട്ട് നൽകി നമ്മുടെ സമ്പത്ത് പരസ്പരം പങ്കുവെച്ച് നൽകുന്ന മനോഹരമായ ആ കാഴ്ച അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഈ പ്രതിസന്ധി കാലഘട്ടത്ത് മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിലൊക്കെ സഹായിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള അവസരങ്ങൾ നമുക്ക് ഏറ്റവും പരമാവധി നൽകാനായിട്ട് നമ്മൾ മുന്നോട്ട് വരണമെന്നാണ് ഈശോ ഇതിലൂടെ പ്രതിപാദിക്കുക. നമുക്കറിയാം, കൃത്യമായിട്ടും കർത്താവിന്റെ മനസ്സ് ഇവിടെ വളരെ വ്യക്തമാണ്. ഉള്ളവും കൂടി നൽകാനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. അവസാനത്തുള്ള രക്തം വരെ ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തുക, അതിലൂടെ ലോകത്തെ രക്ഷയിലേക്കും സമാധാനത്തിലേക്കും സൗഖ്യത്തിലേക്കൊക്കെ നയിക്കാനുള്ള വലിയ ലക്ഷ്യമായിട്ടാണ് ഈശോ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കർത്താവിന്റെ മനസ്സ് പൂർണ്ണമായിട്ടും നൽകാനുള്ള ഒരു മനസ്സ് തന്നെയാണ്. വിധവയുടെ കാണിക്കയെ കുറിച്ച് ഈശോ പറയുന്നത് അവൾ തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ നല്ല സമറിയാക്കാരന്റെ ഉപമയിൽ അവിടെയും മുറിവേറ്റ വ്യക്തിയോട് കരുണ കാണിക്കുന്ന നല്ല സമറിയാക്കാരന്റെ ഏറ്റവും വലിയ ജീവിത മാതൃകയായിട്ട് ഈശോ എടുത്ത് കാണിക്കുക. അതുകൊണ്ട് കൊടുക്കാനും പരമാവധി കൊടുക്കാനും ഉള്ളവും കൂടി കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക, അവരെ രക്ഷയിലേക്ക് നയിക്കുക, അവരുമായിട്ട് താതാത്മ്യപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് അബ്രാഹത്തിന്റെ വഴിത്തട്ട് സ്വന്തമായിട്ട് ലഭിക്കുക. ഈ ഫലാഗമകാലത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും വളരേണ്ട വലിയ ഗുണം എന്ന് പറയുന്നത് പങ്കുവെക്കലിന്റെ വലിയ ഗുണത്തിലാണ്. അത് നമുക്ക് പരമാവധി നമുക്ക് ബാക്കി വെച്ചിട്ട് കൊടുക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കുള്ളതും കൂടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന അത്രമാത്രം ഒരു ത്യാഗ മനസ്സും ആത്മദാനവും അതിലേക്കാണ് നമ്മൾ വളരേണ്ടതെന്നാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുക. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്വയം ദാനമായി മാറിയവൻ നമ്മെ പോലും പ്രചോദിപ്പിക്കുന്നത് നമ്മെ മറ്റുള്ളവർക്കായിട്ട് മുഴുവനായിട്ടും കൊടുക്കുന്നതിനാണ്. അതിനായി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചന ഭാഗം ശ്രമിക്കാം. ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങൾ ധരിക്കുകയും എന്നും ആർഭാടപുറം ഭക്ഷിച്ച് ആഹ്ലാദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ വ്രണബാധിതനായി കിടന്നിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. മാത്രമല്ല, നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന് വഴിയിലേക്ക് സംവഹിച്ചു. ആ ധനികന് മരിച്ച് അടയ്ക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡനങ്ങളിലായിരിക്കെ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും മടിയിൽ ലാസറിനെയും അവൻ കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ. എന്നാൽ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിന്റെ ജീവിതകാലത്ത് നല്ലതൊക്കെയും നിനക്ക് ലഭിച്ചിരുന്നു, ലാസറിന് ദോഷമായവയും. ഇപ്പോൾ അവനിവിടെ ആശ്വസിപ്പിക്കപ്പെടുകയും നീ യാതന അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ അവനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്നാൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡനങ്ങളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷി നൽകട്ടെ. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരെ അവർ കേൾക്കട്ടെ. അയാൾ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. അബ്രാഹം അവരോട് പറഞ്ഞു, മോശയെയും പ്രവാചകന്മാരെയും കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യപ്പെടുകയില്ല. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും
രക്തസാക്ഷികളെ ചുടുനിലത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിയുന്നത്തെ പങ്കാളികളാകുവാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ പിതാവിനെയും മറ്റെല്ലാ മിത്രന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, ശ്രീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായി ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായ പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുവയ്ക്കുകയും ചെയ്യട്ടെ. സാദരമൂർത്തിടാ
മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരുണ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശ്വം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാകുന്ന ദിവസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്ന ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി
ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്തത് എന്നെ നാമത്തിൽ ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങൾ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ പിതാവിന് വേണ്ടിയും കത്തോലിക്കാ സഭയുടെ വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരാത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും ഒന്നരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതികമായ വിധം വർത്തിച്ച് നീതിമാന്മാരും ശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശകളും കാത്തിരിക്കുന്ന ഈ ദൈവദിനത്തിന് വേണ്ടിയും പ്രത്യേകമായി ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷ ദിനങ്ങളും ആചരിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസനും നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിനോടുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകരമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തജനകവും പരിശുദ്ധവും ജീവനായും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെയുള്ള വലിയ പ്രത്യാശയിൽ നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഉത്തരവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവിന് ഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, എങ്കിലും സുഖവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകമായ അപ്പം സ്വർഗത്തിലിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും
നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളതാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ദോഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായ വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിലവിടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവൻ നൽകട്ടെ.
ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, സ്ഥിരവും പരിശുദ്ധവും ജീവദായ ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ സ്ഥിരവും പരിശുദ്ധവും ജീവനായ ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരമോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗവാനിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാ ശക്തിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിരൂപനായ ഈശോയെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവിന്റെ വലിയ സാന്നിധ്യം കടന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധി കാലഘട്ടത്ത് നമുക്ക് വലിയ ആശ്വാസമായി ദിവ്യകാരുണ്യ സാന്നിധ്യം നമുക്ക് എന്നും അനുഭവപ്പെടട്ടെ. അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
കർത്താവിൻ്റെ വലിയ ആശ്വാസം സ്വീകരിക്കാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ഈശോയെ ഒരുപാട് പ്രാരാബ്ധങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ഒക്കെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് വലിയ ആത്മധൈര്യമേകണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബത്തെയും ഓരോ അംഗത്തെയും ദിവ്യകാരുടെ നാഥൻ നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റ് വിശേഷ ദിനങ്ങളും ആചരിക്കുന്നവരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. തിരുവചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തി നമുക്കുള്ള എല്ലാ സമ്പത്തും സൗകര്യങ്ങളും അതില്ലാത്തവരുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് ദൈവം പ്രീതിപ്പെടുക, അബ്രാഹത്തിൻ്റെ വടിത്തട്ട് നമുക്ക് സ്വന്തമാവുക. നല്ല ഈശോയെ സ്വാർത്ഥപരമായിട്ട് ഞങ്ങൾ ചിലപ്പോഴൊക്കെ പെരുമാറിയിട്ടുണ്ട്. ഞങ്ങളോട് നീ പൊറുക്കണമേ. ഉള്ളതും കൂടി നൽകാൻ ഉപജീവനത്തിനുള്ള വക മുഴുവൻ മറ്റുള്ളവർക്കായിട്ട് നൽകിക്കൊണ്ട് കർത്താവിൻ്റെ വലിയ സ്നേഹം ഏറ്റവും ആഴത്തിൽ അനുഭവിച്ചറിയാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെല്ലാം നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ശക്തമായ ഇടപെടലും ആശീർവാദവും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സവിശേഷമായിട്ട് ഓർക്കുന്നു, അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ചാലും പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാശം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. ദൈവ
ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷ ദിനങ്ങളും ആചരിക്കുന്ന എല്ലാവർക്കും ഇടവകയുടെ ഹൃദ്യമായ പ്രാർത്ഥനാശംസകൾ, മംഗളങ്ങൾ നേരുകയാണ്. ഇന്നു രാവിലെ 11 മണിക്ക് ഇടവക പ്രതിയോഗം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ യോഗാംഗങ്ങളും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റിംഗ് സെൻട്രൽ ആപ്പിലൂടെയായിരിക്കും മീറ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ നടത്തപ്പെടുക. എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. കാറ്റീസം നമുക്കറിയാവുന്ന പോലെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. സെപ്റ്റംബർ 6-ാം തീയതി ഞായറാഴ്ച മുതൽ നഴ്സറി കുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ പേര് കൊടുക്കാനായിട്ട് ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഈ പ്രതിസന്ധി കാലഘട്ടം നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.